പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്കെതിരെ ദല്ലാൾ നന്ദകുമാറിന്റെ ആരോപണങ്ങൾ സ്ഥിരീകരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. നന്ദകുമാറിൽ നിന്നും അനിൽ ആന്റണി പണം വാങ്ങിയിട്ടുണ്ടെന്ന് കുര്യൻ സ്ഥിരീകരിച്ചു. എന്നാൽ ആരോപണം PJ കുര്യനും നന്ദകുമാറും തമ്മിലുള്ള ഒത്തുകളിയാണെന്നായിരുന്നു അനിൽ ആന്റണിയുടെ മറുപടി. അതേസമയം അനിൽ ആന്റണിക്കെതിരായ ആരോപണങ്ങൾ TG നന്ദകുമാർ ആവർത്തിച്ചു. അനിൽ ആന്റണിക്കെതിരെ ദല്ലാൾ നന്ദകുമാറിന്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുകയാണ് PJ കുര്യൻ. പണം തിരികെ നൽകാൻ ഇടപെട്ടു, എന്നാൽ തുകയിലും നിയമന കാര്യത്തിലും വ്യക്തതയില്ലെന്നും PJ കുര്യൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ശ്രീ നന്ദകുമാർ എന്നോട് വന്ന് അനിൽ ആന്റണി പണം കൊടുക്കാനുണ്ട് അദ്ദേഹത്തിനെന്ന് പറഞ്ഞു. അത് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അത് മാത്രമേ, അങ്ങനെ ശ്രീ നന്ദകുമാറിന് പണം കൊടുക്കാനുണ്ടെങ്കിൽ അത് താമസിയാതെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യം എനിക്കറിയുള്ളൂ. ബാക്കി പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ PJ കുര്യന്റെ ആൾ എന്ന നിലയ്ക്കാണ് നന്ദകുമാറിനെ പരിചയമെന്നായിരുന്നു അനിൽ ആന്റണിയുടെ മറുപടി. പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒഴിവാക്കിയെന്നും അനിൽ ആന്റണി പറഞ്ഞു. PJ കുര്യനും നന്ദകുമാറും ഒത്തുകളിക്കുകയാണ്. ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും ചതിച്ചയാളാണ് PJ കുര്യനെന്നും അനിൽ. ശ്രീ കെ കരുണാകരനെയും ശ്രീ AK ആന്റണിയെയും ശ്രീ ഉമ്മൻചാണ്ടിയെയും ചതിച്ച PJ കുര്യൻ, ആ PJ കുര്യൻ ഇന്നലെ AK ആന്റണിയെ ഒരിക്കലും കൂടെ ചതിക്കാനാണ് ശ്രമിച്ചത്. ആ പ്രസ് കോൺഫറൻസ് നടത്തി കഴിഞ്ഞ് ഇങ്ങനെ ഒരു പ്ലാനിങ്ങിൽ ഈ PJ കുര്യന്റെ ഒരു കേസ് ഒത്തുതീർപ്പാക്കിയ നന്ദകുമാറും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു നാടകമാണിത്. അനിൽ ആന്റണിക്കെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് TG നന്ദകുമാർ. പരസ്യ സംവാദത്തിന് അനിൽ ആന്റണിക്ക് വെല്ലുവിളി. അനിൽ ആന്റണി സമ്മതിച്ചു. അനിൽ ആന്റണി അദ്ദേഹത്തോട് പറഞ്ഞ്, എനിക്ക് കർണാടക അന്നത്തെ ആഭ്യന്തരമന്ത്രി ജോർജിൽ നിന്ന് കുറച്ച് പൈസ കിട്ടാൻ എന്ന് വെച്ചിട്ടുണ്ട്, അത് കിട്ടി ഞാൻ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു. VT തോമസിന് ഇടപെട്ടു, സെറ്റിൽമെന്റ് നടന്നു, എന്റെ പണം കിട്ടി. ചിലപ്പോൾ കാലങ്ങൾ കഴിഞ്ഞോട്ട് PJ കുര്യൻ അദ്ദേഹം പ്രായമായിട്ടുണ്ട്, അദ്ദേഹത്തിന് ചിലപ്പോൾ ഓർമ്മക്കുറവുണ്ട്. എമൗണ്ടും പറഞ്ഞു, കാര്യം മാത്രം ഞാൻ പറഞ്ഞില്ല. എന്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങി, അത് തിരിച്ചു വാങ്ങി തന്നെ. ഇത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇടപാടുകളെ കുറിച്ച് ഒന്നും അറിയില്ലെന്നായിരുന്നു ഉമാ തോമസിന്റെ മറുപടി. ഇങ്ങനെയൊരു ആരോപണം പറയുമ്പോൾ ഇതിന് എനിക്ക് ഒരറിവുമില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയാം, VT തോമസിനെ പോലെയുള്ള ഒരാൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുവോ ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ സാധിക്കും. നന്ദകുമാറിന്റെ ആരോപണങ്ങൾ കോൺഗ്രസ് BJP ക്യാമ്പുകളെ ഒരുപോലെ പ്രതിരോധത്തിലാക്കുകയാണ്. ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ തന്ത്രങ്ങൾ മെനയുകയാണ് NDA നേതൃത്വം. തെരഞ്ഞെടുപ്പിൽ വിഷയം രാഷ്ട്രീയ ആയുധമാക്കാനാണ് LDFന്റെ നീക്കം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉയർന്ന ആരോപണം അനിൽ ആന്റണിയും NDAയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. വിഷയത്തിൽ കാര്യമായ പ്രതികരണത്തിന് UDF നേതാക്കളും തയ്യാറായിട്ടില്ല. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ അനിൽ ആന്റണി അല്പം വൈകിയാണെങ്കിലും പ്രതികരിക്കുകയാണ്. AK ആന്റണിയെ കൂടി ചതിച്ചയാളാണ് PJ കുര്യൻ എന്നുള്ള പ്രതികരണമാണ് നടത്തിയത്. അതിലപ്പുറം കൂടുതൽ നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ടോ? BJP ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? സ്മൃതി, ഇന്നലെ TG നന്ദകുമാർ അനിൽ ആന്റണിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അനിൽ ആന്റണി ആദ്യം പ്രതികരിച്ചത് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്കെതിരെയായിരുന്നു. ആന്റോ ആന്റണിയുടെ തന്ത്രമാണ് ഇതെന്നായിരുന്നു അനിൽ ആന്റണിയുടെ ഇന്നലത്തെ പ്രതികരണം. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. PJ കുര്യൻ പറഞ്ഞത് നന്ദകുമാർ തന്നെ നേരിട്ട് വന്ന് കണ്ടിരുന്നു. അനിൽ ആന്റണിയിൽ നിന്നും കുറച്ച് പണം തനിക്ക് ലഭിക്കാനുണ്ട്, അത് വാങ്ങിച്ചു തരണം എന്നായിരുന്നു നന്ദകുമാർ ആവശ്യപ്പെട്ടത്. അക്കാര്യം തൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. അനിൽ ആന്റണിയെയോ AK ആന്റണിയോ താൻ ഇക്കാര്യം ധരിപ്പിച്ചു എന്ന് മാത്രമാണ് PJ കുര്യൻ പറയുന്നത്. തുക എത്രയാണെന്നോ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് തുക വാങ്ങിച്ചത് എന്നോ അനിൽ ആന്റണി വാങ്ങിച്ചതെന്നോ തന്നോട് നന്ദകുമാർ പറഞ്ഞിരുന്നില്ല എന്നാണ് PJ കുര്യൻ ആവർത്തിച്ച് പറഞ്ഞത്. അതേസമയം തന്നെ ഈ നന്ദകുമാറിനെ തനിക്ക് അറിയാം, നേരത്തെ തന്നെ വന്ന് കണ്ടിട്ടുണ്ട്, അതിനപ്പുറം കൂടുതൽ കാര്യങ്ങളൊന്നും തനിക്ക് പറയാനില്ല എന്നാണ് PJ കുര്യൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ഈ PJ കുര്യൻ്റെ മറുപടിയോടാണ് അനിൽ ആന്റണി പ്രതികരിച്ചത്. അതിലാണ് PJ കുര്യനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അനിൽ ആന്റണി ഉന്നയിച്ചത്. ഇന്നലെ ആന്റോ ആന്റണിയെയാണ് അനിൽ ആന്റണി പ്രതിക്കൂട്ടിൽ നിർത്തിയിരുന്നതെങ്കിൽ ഇന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനെതിരെയാണ് അനിൽ ആന്റണിയുടെ വിമർശനങ്ങൾ വന്നത്. അത് പ്രധാനമായും താൻ ചെറുപ്പകാലം മുതൽ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയം അറിയാവുന്ന ഒരാളാണ്, പ്രത്യേകിച്ചും AK ആന്റണിയുടെ മകനായതുകൊണ്ട് AK ആന്റണിയെയും അതുപോലെ ഉമ്മൻചാണ്ടിയെയും
കെ കരുണാകരനെയും ഒക്കെ പ്രതിരോധത്തിലാക്കിയ കാര്യങ്ങൾ ചെയ്തത് 3 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളാണ്. അതിലൊരാൾ PJ കുര്യനാണ് എന്നാണ് പറഞ്ഞത്. ഏതായാലും ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ പരസ്പരം വരുമ്പോൾ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്നത് BJPയും NDAയും ഒപ്പം തന്നെ UDFുമാണ്. കാരണം UPA കേന്ദ്രത്തിൽ ഭരിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതിവാദ വിഷയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും UDFിനും ഇക്കാര്യത്തിൽ